ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1658. ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി 197-ാമത്തെ ദിവസത്തിലെത്തി. നിന്റെ വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത്? അങ്ങനെയൊരു പ്രവാചക ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നാണ്, അതും 4-ാം അധ്യായത്തിൽ നിന്ന്. എലീശ പ്രവാചകന്റെ ശബ്ദമാണ്. അതും എന്റെ വീട്ടിൽ എന്താണ് നിനക്കുള്ളത്, എനിക്കുള്ളത്? ഇല്ലാത്തതിനെക്കുറിച്ച് ഡീറ്റെയിലായി പറയാൻ കിട്ടും. നന്നായി അറിയാം. പണ്ടേ നല്ലൊരു ലിസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. സ്ഥിരമായി ദൈവമുമ്പാകെ അവതരിപ്പിക്കുന്നുമുണ്ട്. തായോ വേഗം ഇതെല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന ഉച്ചത്തില് നിലവിളിക്കുന്നുണ്ട്. ഇല്ലാത്തതിനെക്കുറിച്ചും ഇനി കിട്ടേണ്ടതിനെക്കുറിച്ചും മാത്രം കിനാവ് കാണുന്ന ഞാൻ, കണക്കിടുന്ന ഞാൻ എന്നാണ് എപ്പോഴാണ് ഉള്ളതിനെക്കുറിച്ച് ഉള്ളു തുറന്നൊന്ന് അന്വേഷിക്കുന്നതും ആലോചിക്കുന്നതും? അതിനും വേണ്ടേ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ? എലീശ പ്രവാചകന്റെ അന്വേഷണം എന്നോടുകൂടിയാണ്. നിന്റെ വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത്? ആദ്യം നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് അറിയണ്ടേ? അത് എന്റെ ആവശ്യമായിട്ട് പരിമിതപ്പെടുത്തണ്ട, അവനവന്റെ ആവശ്യമായിട്ട് പരിമിതപ്പെടുത്തണ്ട. ആദ്യം സാധ്യതകൾ എന്തൊക്കെയാണെന്നറിയാൻ ദൈവത്തിനും ആഗ്രഹമുണ്ട്, ദൈവത്തിനും അവകാശമുണ്ട്. അത് ദൈവത്തിന് കഴിയാത്തതല്ല കേട്ടോ. എന്നിൽ ഇനി എന്തൊക്കെ സാധ്യതകൾ അവശേഷിച്ചിട്ടുണ്ടെന്ന്, എന്നിൽ എന്തൊക്കെ അവശേഷിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാത്തതല്ല. അത് നമുക്കറിയാമോ എന്നാണ് ദൈവം നോക്കുന്നത്. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നായിരുന്നു ആ വിധവയായ ആ പാവം സ്ത്രീയുടെ മറുപടി. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും ഒരു ബോധ്യമുണ്ടാവുന്നു. നമ്മളിലാവട്ടെ ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം, അല്ലെങ്കിൽ കിട്ടേണ്ടതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിൽ ഒരു ധാരണയുള്ളത്. നമ്മുടെ സാധ്യതകളെ ദൈവം നോക്കുന്നുണ്ട്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് തുറന്ന് പറയാൻ കഴിയണം, അത് തുറന്ന് അറിയാൻ പറ്റണം. ഒന്നുമില്ലായിരിക്കാം, ഒന്നും എങ്ങനെയൊക്കെ നോക്കിയിട്ടു, എന്നാലും നമ്മളിവിടെ ഉണ്ട് എന്ന് നമ്മൾ മിക്കവാറും ഓർക്കാതെ പോകുന്നുണ്ട്. അതെ, ജീവനോടെ പരിമിതികൾക്കകത്താണ് നമ്മളിവിടെയുണ്ട്. അതെന്തേ ഓർക്കാതെ പോകുന്നേ? അതൊന്ന് ഓർക്കാനായിട്ട് നല്ല പുലരിയിൽ അല്പനേരം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ആമേൻ.